ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എക്സൽ സൈസിലുള്ള പെപ്ലം ടോപ്പാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീറ്റർ ഫാബ്രിക്കാണ്. അതിൻ്റെ ലെങ്ത്ത് നമുക്ക് വരുന്നത് 28 ഇഞ്ചാണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ ലാർജ് മീഡിയം സൈസൊക്കെ ചെയ്തിട്ടുണ്ട്. എക്സൽ സൈസ് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഇതുപോലെ പേപ്പറിൽ പാറ്റേൺ വെട്ടി വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫുൾ ലെങ്ത്ത് 28 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ മുകൾ ഭാഗത്തിന് നമ്മൾ 14 ഇഞ്ചും താഴേക്ക് നമ്മൾ 14 ഇഞ്ചുമാണ് എടുക്കുന്നത്. അപ്പോൾ മുകളിലേക്കുള്ള പീസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. 2 പീസുണ്ട്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 14 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 15.5 ഇഞ്ചിലാണ്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് ഏകദേശം ഒരു 12 ഇഞ്ചാണ് കേട്ടോ. ആദ്യം നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാൻ. നെക്കിൻ്റെ വിഡ്ത്ത് 2.25 ഞാൻ എടുത്തിട്ടുള്ളത്. ഷോൾഡർ 3 ഇഞ്ച്, അതുപോലെ തന്നെ 6 ഇഞ്ചാണ് ആം ഹോൾ എടുത്തിരിക്കുന്നത്. നെക്ക് ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ നെക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ചെസ്റ്റ് നമ്മൾ 10.5 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ 9.5 ഇഞ്ചാണ് കേട്ടോ. ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണ്. ഈ ഒരളവിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സൽ സൈസുകാർക്ക് കറക്റ്റായിരിക്കും. ഒരു 1.5 ഇഞ്ചും കൂടെ ഞാനവിടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ആം ഹോൾ വരച്ചിരിക്കുന്നതിൽ ഫ്രണ്ട് ആം ഹോൾ മാത്രം ഒന്ന് കുഴിച്ച് വെട്ടിട്ടുണ്ട്. നമ്മൾ അതിൽ തന്നെ അങ്ങ് വരയ്ക്കുകയാണ്. അതിനുശേഷം നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ 2.25 മാർക്ക് ചെയ്തതെന്ന് പറഞ്ഞു. അത് ഫ്രണ്ടിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കിലത്തെ പീസിലേക്കും കൂടെ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാർക്കിങ് വരുന്നത്. ഇനി നമുക്ക് ആ ഒരു ആം ഹോളും അതുപോലെ തന്നെ സൈഡ് ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്യുന്നില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തതിന് ശേഷമേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിലത്തെ പീസ് നമ്മൾ എടുത്തിട്ട് നെക്ക് വിഡ്ത്ത് നമ്മൾ ഓൾറെഡി 2.25 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത്, ബാക്ക് നെക്ക് ലെങ്ത്ത് ഞാനിവിടെ ഒരു 3 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരു 3 ഇഞ്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതൊരു ബോക്സ് പോലെ വരച്ചിട്ട് ഒരു റൗണ്ട് നെക്കാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത് താഴ്ഭാഗം. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ പീസ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഫ്രണ്ട് പീസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ ആം ഹോൾ ഒന്ന് ജസ്റ്റ് കുഴിച്ച് വെട്ടുകയാണ്. ഇനി നെക്ക് ഞാനിവിടെ വെട്ടുന്നില്ല. താഴ്ഭാഗം നമുക്കൊരു ആലിയ കട്ട് ഷേപ്പിലാണ് ഇത് വെട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് താഴ്ഭാഗത്ത് ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് താഴേന്ന് നമുക്കൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. 4, 3.5 മാർക്ക് ചെയ്യാറുണ്ട്. ഞാനിവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 4 ഇഞ്ചും നമ്മൾ താഴെ മാർക്ക് ചെയ്ത 1/2 ഇഞ്ചും കൂടെ ഒരുപോലെ ഇതുപോലെ ചെരിച്ചൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ടിൻ്റെ പീസ് വരുന്നത്. ഫ്രണ്ട് പീസ് ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ സെൻറ്റർ വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 4 ഇഞ്ച് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെങ്ത്തും കൂടെ നമ്മൾ ആ താഴത്തെ പീസിൽ കൂട്ടിയെടുക്കണം. താഴത്തെ നമ്മൾ പ്ലീറ്റ് ഇട്ടെടുക്കുമല്ലോ, അതിലൊരു 4 ഇഞ്ചും കൂടെ കൂട്ടി എടുക്കേണ്ടതുണ്ട്. അത് എടുക്കുമ്പോൾ പറഞ്ഞു തരാം. ഈ ഒരു ടോപ്പിൻ്റെ താഴത്തേക്കുള്ള 2 പീസുകളും ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഫ്രണ്ടിൽ നമ്മൾ 4 ഇഞ്ച് കൂട്ടിയെടുക്കുന്നു, ബാക്കിൽ 4 ഇഞ്ച് എടുക്കുന്നില്ല. അതാണ് എൻ്റെ ഒരു വ്യത്യാസം ഉള്ളത്. ഇനിയിപ്പോൾ ഇത് വന്നിട്ടുള്ളത് ബാക്ക് പീസാണ്. നമ്മൾ ഏകദേശം ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 14 + 1.5 ഇഞ്ച് 15.5 ഇഞ്ചാണ്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 42 ഇഞ്ചാണ് ടോട്ടൽ. ഇനി ഇത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസ് ഞാൻ എടുത്തിരിക്കുന്നത് 19.5 ഇഞ്ചാണ്. ഞാൻ പറഞ്ഞു 4 ഇഞ്ച് കൂടുതൽ എടുക്കണമെന്ന്. കാരണം 4 ഇഞ്ച് ഒരു പീസ് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയല്ലോ ഫ്രണ്ടിൽ നിന്ന്. അപ്പോൾ ആ ഒരു 4 ഇഞ്ചും കൂടെ എക്സ്ട്രാ നമ്മൾ എടുക്കണം. അപ്പോൾ ഇതൊരു 19.5 ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ 42 ഇഞ്ച് വിഡ്ത്തുമാണ് ടോട്ടൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നീളം കൂട്ടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ലെങ്ത്ത് കുറഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 4 ഇഞ്ചും കൂടെ ഫ്രണ്ട് പീസിൽ മാത്രം കൂട്ടിയെടുക്കുന്നത്. ഇനി ആ ഫ്രണ്ട് പീസാണ് ഞാനിപ്പോൾ ഇവിടെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്പൺ സൈഡിൽ നിന്ന് നമ്മളൊരു 4 ഇഞ്ച് താഴേക്ക് മാറ്റി മാർക്ക് ചെയ്യുക. താഴേക്ക് ഇറക്കി മാർക്ക് ചെയ്യുക. ഇതാണ് ഓപ്പൺ സൈഡ് വരുന്നത്. ഇപ്പുറത്തെ സൈഡ് വരുന്നത് ഫോൾഡഡ് സൈഡാണ് കേട്ടോ. എന്നിട്ട് ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് നേരെ ആ ഒരു
ഫോൾഡഡ് സൈഡിലേക്ക് നമ്മളൊന്ന് ചെരിച്ചൊന്ന് വരച്ചെടുക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ആ ഫ്രണ്ടിൽ പിടിപ്പിക്കുന്ന പീസാണ് ഈ നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മളിവിടെ ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത താഴത്തെ പീസാണിത്. ഇതിൻ്റെ ഈ സെൻറ്ററുകൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം 2 സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് 2 സൈഡിലേക്കും ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ബാക്കിൽ ഇങ്ങനെ വരുന്നില്ല, ബാക്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ 2ൻ്റെയും ലെങ്ത്ത് കറക്റ്റായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. സ്ലീവ് ഞാൻ ഏകദേശം ഒരു 20 ഇഞ്ച് ലെങ്ത്തിലാണ് സ്ലീവ് എടുക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ തുണി ഞാൻ 2 പീസ് എടുത്തിട്ട് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ടേപ്പ് പിടിക്കുന്ന ഭാഗമാണ് ഫോൾഡഡ് സൈഡ്. അവിടുന്ന് ഞാനൊരു 20 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 21.5 മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ആം ഹോൾ റൗണ്ട് വരുന്നത് 9 ഇഞ്ചാണ്. ഞാനപ്പോൾ ഒരു 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഉള്ളിലേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ 3.5 ഇഞ്ചിൽ നിന്ന് നേരെ മുകളിലേക്ക് സ്ലീവിൻ്റെ ഷേപ്പിലൊന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ സ്ലീവിൻ്റെ ഓപ്പൺ വരുന്നത് 5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 3.5 ഇഞ്ചിൽ നിന്ന് ഈ 5 ഇഞ്ചിലേക്കും അതുപോലെ തന്നെ താഴെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്യണതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ആം ഹോള് ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കുക, കറക്റ്റാണോ എന്ന്. കറക്റ്റാണെങ്കിൽ മാത്രം കട്ട് ചെയ്യുക. അതല്ല തയ്യൽ തുമ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ഇട്ടതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എക്സൽ സൈസുകാർക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടണം. അതിനായിട്ട് സ്ലീവ് നമ്മൾ നിവർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഫ്രണ്ടിലത്തേക്കുള്ള ഒരു പീസിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തിരുന്നില്ലായിരുന്നോ, അതൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അവിടെ ഒരു ചെറിയ നോച്ചും കൂടെ കൊടുക്കുക. ഫ്രണ്ട് മാറിപ്പോകാതിരിക്കാനാണ്. ഫ്രണ്ടിലേക്ക് വരുന്ന പീസ് കറക്റ്റായിട്ട് അറിയാനായിട്ടാണ് ചെറിയ കട്ടിങ് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ നെക്കൊന്ന് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ട് 2ആയിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പശ വരുന്ന ഭാഗം ഉള്ളിലേക്ക് വയ്ക്കുക. 2.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത്, അതുപോലെ തന്നെ 6 ഇഞ്ച് നെക്ക് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. സ്ക്വയറായിട്ട് വരയ്ക്കുക. അതിന് ശേഷം ഇതുപോലെ വി പോലെ വരച്ചെടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാറ്റി മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു 1 ഇഞ്ച് പുറത്തേക്ക് മാറ്റി ഒന്ന് ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസിൽ നമ്മൾ നെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫിനിഷിങ് കാണും. വീട്ടിലൊക്കെ ഇടാനാണെങ്കിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പുറത്തേക്ക് കൊടുക്കാനായതുകൊണ്ടാണ് ക്യാൻവാസിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുണിയുടെ ചീത്ത വശത്ത് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്കുള്ള നെക്കിൻ്റെ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും സൈഡ് നമുക്ക് മടക്കി അടിക്കണം. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസ് അയൺ ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടേക്കണം നമ്മൾ ക്യാൻവാസിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെയും ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കുക. ഇനി ഈ ക്യാൻവാസ് നമ്മൾ 2ആയിട്ട് ഒന്ന് മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കറക്റ്റ് സെൻറ്ററിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. കറക്റ്റ് ആ ഒരു സെൻറ്റർ ഒന്ന് അറിയാനായിട്ടാണ്. എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ നടുവിലായിട്ട് ഇത് വയ്ക്കുക. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറയാത്തത്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം തിരിച്ചിടുക. ബാക്കും ഇതേപോലെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ സാധാരണ അടിക്കാറില്ല, ഹെം ചെയ്തെടുക്കുകയേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വീനൊക്കെ. അപ്പോൾ ബാക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുത്തതിന് ശേഷം 2ൻ്റെയും ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക.
അപ്പോൾ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പ് ഭാഗം വരുന്നത്. ഇതിന് താഴ്ഭാഗം നമുക്ക് പ്ലീറ്റ് ഇട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 2 പീസ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് എടുക്കാം. അപ്പോൾ ഫ്രണ്ടിലത്തെ പീസ് പ്ലീറ്റ് ഇടുമ്പോൾ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പ്ലീറ്റ് ഇട്ട് എടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ പ്ലീറ്റ് ഇട്ട് എടുത്തത് ബാക്ക് പീസാണ്, അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്ലീറ്റ് ഇട്ട് എടുത്തേക്കണ ആ പീസ് നമ്മുടെ ബോഡിയിലേക്ക് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക, പുറത്തേക്ക് കൊടുക്കാനാണ്. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പീസും യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു സെൻറ്ററിലൊരു വി പോലെ കയറി വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം വരുമ്പോൾ സൂചി കുത്തി നിർത്തിയതിന് ശേഷം താഴേക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് അവിടെ കിട്ടാനായിട്ടാണ് സൂചി കുത്തി നിർത്തിയിട്ട് താഴേക്ക് അടിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ സെൻറ്ററിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്ന, സൈഡിൽ നിന്നാണ്. അപ്പോൾ സെൻറ്റർ ഒന്ന് അറിയാനായിട്ട് ഞാനൊന്നൊരു പിൻ കുത്തി അവിടെ വെക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് വെച്ച് നോക്കുകയാണ്, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ കറക്റ്റ് ആ ഒരു പോയിൻ്റ് വരുമ്പോൾ സൂചി കുത്തിയിട്ട് താഴേക്ക് അടിച്ചെടുക്കുക. എന്നാലാണ് നമുക്ക് ആ ഒരു ആലിയക്കട്ടിൻ്റെ ആ ഒരു ഷേപ്പ് വരുള്ളൂ കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ടൊന്നും പറയുന്നില്ല. സൈഡ് മടക്കി അടിച്ചതിന് ശേഷം സൈഡ് മടക്കി അടിച്ചതിന് ശേഷം നല്ല വശവും ചേർത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 സൈഡിലേക്കും അടിക്കുക. സ്ലീവ് അടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 സൈഡിലേക്കും അടിക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏറ്റക്കുറച്ചിലുകളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ താഴ്ഭാഗവും മടക്കി അടിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ. ഷോർട്ട് കുർത്തി എന്നൊക്കെ പറയും. നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇട്ടാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ആൾക്കാരും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കുർത്തി ഇരിക്കുന്നത്. നമുക്കിനി ഇത് ഹെം ചെയ്തൊക്കെ എടുക്കാനുണ്ട്, നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാനുണ്ട്. എന്നാലാണ് ഇതിൻ്റെ പെർഫെക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.